ഭൂട്ടാനിൽ നിന്ന് രാജ്യത്തേക്ക് വാഹനം കടത്തുന്നതിന് പിന്നിൽ വൻ തട്ടിപ്പു സംഘമെന്ന് എക്സൈസ്. ഇന്ത്യൻ ആർമിയുടെയും അമേരിക്കൻ എംബസികളുടെയും പേരുപയോഗിച്ചും വ്യാജരേഖ ചമച്ചുമാണ് വാഹനം രജിസ്റ്റർ ചെയ്യുന്നത്. പരിവാഹൻ വെബ്സൈറ്റിലും ഇവർ തിരിമറി നടത്തുന്നുണ്ടെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പരിശോധന നടത്തിയ സ്ഥലങ്ങളിൽ വൻ GST തട്ടിപ്പും കണ്ടെത്തി. നടന്മാരുടെ മൊഴിയെടുക്കുമെന്നും വാഹനം വാങ്ങിയവരുടെ പങ്കനുസരിച്ചാകും തുടർ നടപടിയെന്നും കസ്റ്റംസ് കമ്മീഷണർ ഡോക്ടർ ടിജു വ്യക്തമാക്കി. ഭൂട്ടാനിൽ നിന്ന് കാറുകൾ ഇൻഡോ ഭൂട്ടാൻ ബോർഡർ വഴി കള്ളക്കടത്ത് നടത്തുന്ന ഒരു സംഘത്തെ ഐഡന്റിഫൈ ചെയ്തു. അവരുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു 150 മുതൽ 200 വണ്ടികൾ വരെ കേരളത്തിലുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. അപ്പം അങ്ങനെയാണ് ഓപ്പറേഷൻ നുംഖൂർ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഏകദേശം 30-35 സ്ഥലങ്ങളിൽ നമ്മുടെ ഓഫീസർമാർ സെർച്ച് നടത്തുകയുണ്ടായി. അതിൽ ആസ് ഓഫ് നൗ 36 വണ്ടികൾ പിടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ 150-200 വണ്ടികളാണ് നമ്മൾ ഇവിടെ കേരളത്തിലുണ്ടെന്ന് നമുക്ക് നമ്മുടെ കണക്കുള്ളത്. വളരെ വില കൂടിയ കാറുകൾ അവിടെ നിന്ന് പല വഴിയായി ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവരികയായിരുന്നു. അതിനുവേണ്ടി ഇന്ത്യൻ കറൻസിയും ഫോറിൻ കറൻസിയും ഭൂട്ടാനിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് ഒന്നുകിൽ CKD കണ്ടീഷൻ, അതായത് കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ ആയിട്ടുള്ള രീതിയിലോ, അതായത് പാർട്സ് ആയിട്ട്, അല്ലെങ്കിൽ വണ്ടികൾ വരുന്ന വലിയ കണ്ടെയ്നറുകളുണ്ട്, ആ കണ്ടെയ്നറുകളിലോ അല്ലാതെ നമ്മൾ ഭൂട്ടാനിൽ നിന്ന് ടൂറിസ്റ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് വണ്ടി ഓടിച്ചു വരാം, പെർമിറ്റ് ഉണ്ടെങ്കിൽ. അതിനുശേഷം തിരിച്ചു പോകാതെ ആ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോവുകയോ, അങ്ങനെ 3 തരത്തിലാണ് ഇവര് വണ്ടികൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് ഫോർജ് ചെയ്ത ഡോക്യുമെന്റ്സ് ഉപയോഗിച്ചാണ് അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ, നമ്മുടെ എംബസികളുടെ, അമേരിക്കൻ എംബസിയുടെ പേരും സീലും അവരുടെ ഇൻസിഗ്നയും ഫോർജ് ചെയ്ത് ആ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി ആണ് ഈ വണ്ടികളെല്ലാം പലതരത്തും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒരു വലിയ തട്ടിപ്പ് തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നാണ് കസ്റ്റംസ് കമ്മീഷണറുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. 10-20 അല്ല, കേരളത്തിൽ മാത്രം 200ഓളം വാഹനങ്ങൾ ഈ രീതിയിൽ നിയമം ലംഘിച്ചുകൊണ്ട് ഭൂട്ടാനിൽ നിന്ന് കടത്തിയിട്ടുണ്ട്. അത് പലയിടങ്ങളിലായി കിടക്കുകയാണ്, പലരുടെയും കൈവശമിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടെത്താനുള്ള പരിശോധനയായിരുന്നു ഇന്ന് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി നടന്നിട്ടുള്ളത്. അതിൽ പ്രധാന താരങ്ങളുണ്ടായിരുന്നു. പൃഥ്വിരാജിന്റെ വീട്ടിലും അതുപോലെ തന്നെ ദുൽഖർ സൽമാന്റെയും വീട്ടിലും മമ്മൂട്ടിയുടെ വീട്ടിലടക്കം പരിശോധന നടന്നിരുന്നു. അതോടൊപ്പം തന്നെ വിവിധയിടങ്ങളിൽ ആഡംബര കാറുകൾ, ആഡംബര വാഹനങ്ങൾ വിൽപ്പന നടത്തുന്ന ഷോറൂമുകളിലടക്കം പരിശോധന നടന്നിരുന്നു. അതിൽ ദുൽഖർ സൽമാന്റെ 2 കാറുകൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നടൻ അമിത് ചക്കാൽക്കലിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്ക് ശേഷം 2 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കരിപ്പൂരിൽ കസ്റ്റംസിന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അതുപോലെ തന്നെ മലപ്പുറത്തും അതുപോലെ തന്നെ കോഴിക്കോടുമായി വിവിധ ഷോറൂമുകളിൽ നടത്തിയ പരിശോധനയിലും നിരവധി വാഹനങ്ങളാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. വലിയ നെറ്റ്വർക്ക് തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കസ്റ്റംസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും പരിശോധന വരും ദിവസങ്ങളിലും തുടരും. ഇതിൽ 3 താരങ്ങളാണ്, നിലവിൽ ഇപ്പോൾ 3 പേരാണ് കസ്റ്റംസിന്റെ റഡാറിലുള്ളത്. അത് ഒന്ന് പൃഥ്വിരാജാണ്, ഒന്ന് ദുൽഖർ സൽമാനാണ്, മറ്റൊരാൾ നടൻ അമിത് ചക്കാലക്കലാണ്. ഇവർ 3 പേരുമാണ് റഡാറിലുള്ളത്. എന്തായാലും ഈ വാഹനങ്ങളുടെ രേഖകൾ വിശദമായി തന്നെ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടി എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ നിധിൻ സേവർ നൽകും. നിധിൻ, എങ്ങനെയാണ് സിജോ വർഗീസ് വിവരങ്ങൾ നൽകും? സിജോ, എങ്ങനെ തട്ടിപ്പ് നടന്നു എന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്? നിലവിൽ ആരൊക്കെയാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ നിരീക്ഷണത്തിലുള്ളത്? ദിവ്യ, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കണ്ടെത്തൽ, വലിയ രീതിയിലുള്ള ഒരു വലിയ പ്രശ്നമാണ് ഇതിന് പിന്നിലെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നു. കസ്റ്റംസ് കമ്മീഷണർ ഉൾപ്പെടെ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു. ഭൂട്ടാനിൽ നിന്നടക്കം അനധികൃതമായി വാഹനങ്ങൾ കടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് പിന്നിൽ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ്. സംഘത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തന്നെ 150 മുതൽ 200 വരെയുള്ള വാഹനങ്ങൾ കടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു കണ്ടെത്തൽ. അതിന് 30 വാഹനങ്ങൾ ഈ പരിശോധനയിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും ഈ വാഹനങ്ങൾ കടത്തുന്നത് കണ്ടെയ്നറുകളിൽ അടക്കമാണ് എന്നുള്ളതാണ് ഗൗരവമായിട്ടുള്ള ഒരു കാര്യം. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എംബസി എന്നിവയുടെ പേരിലെല്ലാം തന്നെ
വ്യാജരേഖകൾ ചമച്ചിട്ടുണ്ട്. ഏറ്റവും സുപ്രധാനമായ ഒരു കണ്ടെത്തൽ പരിവാഹൻ സൈറ്റിൽ പോലും കൃത്രിമത്വം കാട്ടി എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു സംശയമുള്ളത് വാഹനങ്ങൾ കടത്തുന്നതിന്റെ മറവിൽ സ്വർണവും മയക്കുമരുന്ന് അടക്കം എത്തിക്കുന്നുണ്ടോ എന്നും ഒരു സംശയമുണ്ട്. എന്തും എങ്ങനെയും കടത്താമെന്നുള്ള ഒരു അവസ്ഥ അത് വളരെ ഗൗരവമുള്ളതാണ് എന്നും കസ്റ്റംസ് വിലയിരുത്തുന്നുണ്ട്. ഒപ്പം തന്നെ GSTയിൽ വൻ തട്ടിപ്പും നടന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മറ്റൊരു കാര്യം, ഈ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇത്തരത്തിൽ കൊണ്ടുവരുന്ന വാഹനങ്ങൾ, അത് റോട്ടിൽ ഓടുന്ന വാഹനങ്ങളിൽ പലർക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ ഇൻഷുറൻസോ ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. തീവ്രവാദ ബന്ധം അടക്കമുണ്ടോ എന്നുള്ളത് അടക്കം പരിശോധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും വിവരം കൈമാറും എന്നും കസ്റ്റംസ് കമ്മീഷൻ പറയുകയും ചെയ്തിട്ടുണ്ട്. 2 വർഷമായിട്ടുള്ള ഒരു പരിശോധന, ഒരു നിരീക്ഷണം, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു കണ്ടെത്തലുകളിലേക്കെല്ലാം തന്നെ പോയിരിക്കുന്നത്. പ്രധാനമായും ഈ സിനിമാ താരങ്ങളടക്കം ഈ വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അവരിത് അറിഞ്ഞുകൊണ്ടാണോ വാങ്ങിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. അവരുടെ വിശദമായിട്ടുള്ള മൊഴിയെടുക്കണം. ദുൽഖർ സൽമാൻ, അമിത് ചക്കാലയ്ക്ക് നിങ്ങളുടെ വീടുകളിലാണെന്ന് പ്രധാനമായിട്ടും പരിശോധന നടത്തി. പൃഥ്വിരാജിന്റെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നു. പൃഥ്വിരാജിന്റെ വീട്ടിൽ നിന്ന് വാഹനം കണ്ടെത്തിയിട്ടില്ല. കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പും പോലീസും എല്ലാം തന്നെ ഇത് പിന്തുണയായി സഹായിച്ചിട്ടുണ്ട്. എന്തായാലും വാഹന ഉടമകൾ നേരിട്ട് ഹാജരാകണം എന്നുള്ള ഒരു നിലപാടാണ് കസ്റ്റംസ് സ്വീകരിച്ചത്. കാരണം ഈ രേഖകൾ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ നേരിട്ട് ഹാജരായാൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ വാഹനം വാങ്ങിയവരുടെ പങ്ക് എന്താണെന്ന് മനസ്സിലാവും. അതനുസരിച്ചായിരിക്കും മറ്റ് തുടർ നടപടികൾ. കസ്റ്റംസ് നിയമപ്രകാരം ചില പരിധി, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ ചില പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധി പ്രകാരം അത് എന്തുമാത്രമാണ് ഇവരുടെ പങ്കെന്ന് മനസ്സിലാക്കിയ ശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കൂ. ഏറ്റവും പ്രധാനമായും കസ്റ്റംസ് പറയുന്നത്, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുന്ന സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ അത് ഇന്ത്യയിലേക്ക് കടത്താൻ അനുമതിയില്ല. അഥവാ ഇവിടെ വന്ന് അത് വാഹനത്തിന് പിഴയൊടുക്കി അത് ഈ പ്രശ്നം പരിഹരിക്കാനും ആകില്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉള്ളത്. ഈ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് നടത്തുന്ന തട്ടിപ്പ് സംഘത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ നിരീക്ഷണം കസ്റ്റംസിനുണ്ട്. ഭൂട്ടാനിൽ നിന്ന് വിലക്കുറവിൽ വാങ്ങുന്ന വാഹനങ്ങൾ അത് ഇന്ത്യയിൽ എത്തിച്ച് അവിടെ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്ട്രേഷൻ നടത്തിയാണ് കേരളം ഉൾപ്പെടെയുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. ഇതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ഒരു സംഘം ഉണ്ട്. കടത്തിയത് ഭൂട്ടാൻ ആർമിയുടെ വാഹനങ്ങളാണോ എന്നുള്ളതടക്കം ഒരു പരിശോധന നടത്തി അതിൽ സ്ഥിരീകരണം നടത്തേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു NGO ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ഉണ്ടെങ്കിൽ കർശനമായ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രധാനമായിട്ടും ഇവർ പറഞ്ഞു വെക്കുന്നത്. ദുൽഖറിന്റെ വണ്ടി ഗ്യാരേജിലുണ്ടോ എന്ന് സംശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മമ്മൂട്ടിയുടെയൊക്കെ വീട്ടിലും അതുപോലെ തന്നെ ഗ്യാരേജിലെല്ലാം തന്നെ പരിശോധന നടത്തിയത്. ഈ ദുൽഖറിന്റെ 2 വാഹനങ്ങളിൽ അത് ഒന്ന് കൊണ്ടുവന്നിട്ടില്ല. ഒരു വാഹനം ഇപ്പോൾ കസ്റ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. റോഡിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് മറ്റ് വാഹനങ്ങൾ കൊണ്ടുവരാൻ ഒരു താമസം ഉണ്ടാക്കിയതും. എന്തായാലും ഈ അമിത് ചക്കാലക്കിന്റെ പക്കൽ നിന്ന് 8 വാഹനങ്ങൾ പിടിച്ചെടുത്തു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. 3 എണ്ണം കസ്റ്റംസ് ഓഫീസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 5 വാഹനങ്ങൾ ഗ്യാരേജിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ രേഖകളടക്കം തന്നെ പരിശോധിച്ച് ഇതിന്റെ ഒരു സ്ഥിതിഗതികൾ എന്താണ്, ഇതിന്റെ നിജസ്ഥിതി എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് വരുത്തേണ്ടതുമുണ്ട്.